ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ കൊച്ചു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിശേഷം നല്ല തലയിൽ കൈവച്ചിരിക്കണ കണ്ടിട്ട് എന്താണെന്ന് വിചാരിക്കേണ്ട, നല്ല ശ്വാസമുട്ടലും ഭയങ്കര തലകറക്കും ഒക്കെ ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഓട്ടടയാണ്. ഓട്ടട അറിയില്ല എല്ലാവർക്കും. ഓട്ടട മൈദമാവും കോഴിമുട്ടൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കണതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഓട്ടടയിലേക്ക് തേങ്ങാപ്പാലും പഞ്ചസാര ഇട്ടിട്ടാണ് കഴിക്കാറ്. എനിക്കിങ്ങനെയാണ് ഇഷ്ടം. പിന്നെ കറി കൂട്ടിയിട്ടും കഴിക്കാറുണ്ട്. കറിയാണെങ്കിൽ ഇറച്ചിക്കറിയൊക്കെ ആണെങ്കിൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ചിക്കൻ വരട്ടിയതോ അങ്ങനത്തെ ഇതാണെങ്കിൽ ടേസ്റ്റ്. പക്ഷേ അതിനേക്കാളൊക്കെ ടേസ്റ്റ് ഈ തേങ്ങാപ്പാലും ഓട്ടടയും പഞ്ചസാര ഇട്ട് കഴിക്കണതാണ്. ഒന്നും നോക്കിയില്ല, ഷുഗറും ഒക്കെ കൊണ്ട് മാറ്റി വെച്ചിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ഓട്ടട കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിന് ഓട്ടട എന്നാണ് പറയുക. നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുക അറിയില്ല. ഓട്ടപ്പം അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഓരോ ഭാഗത്ത് ഓരോന്നിനും ഓരോ പേരാണല്ലോ. ഞാൻ എന്നിട്ട് ഓട്ടടയൊക്കെ നന്നായി കഴിച്ചു. പിന്നെ എനിക്ക് ഈ ശ്വാസം മുട്ടലും ഒക്കെ കൂടുതലായതുകൊണ്ട്, കൂടുതലല്ലെങ്കിലും ആണെങ്കിലും ഇത് സ്ഥിരമായിട്ട് ചെയ്യേണ്ടതാണ്. ഈ മൂക്കിലടിക്കുന്ന സ്പ്രേയും ഉണ്ട്. പിന്നെ രണ്ട് മൂക്കിലും ഇതേപോലെ സ്പ്രേ അടിച്ചിട്ട് മേലേക്ക് ഇങ്ങനെ വലിച്ച് കയറ്റണം. അത് ചെവിൻ്റെ പ്രശ്നവും എല്ലാം ഉണ്ട്. വരുമ്പോൾ എല്ലാം കൂടി ഒപ്പം എന്ന് പറഞ്ഞ പോലെ ഒരാളായിട്ട് മാറി നിൽക്കണ്ടല്ലോ. എനിക്ക് ഈ മൂക്കിൽ സ്പ്രേ അടിക്കുമ്പോൾ അപ്പോൾ ഈ തലൻ്റെ ആ ഭാഗത്തുള്ള നരമ്പ് ഭയങ്കര ഒരു കടച്ചിലും പെയിനും പോലെ തോന്നും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വായിലടിക്കാനുള്ള സ്പ്രേയും ഉണ്ട്. ഞാൻ അന്ന് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ലെൻസിൽ കഫം നിറഞ്ഞിരിക്കുകയാണ്, മറ്റേ ഈ എക്സ്റേ എടുത്തതിൽ നോക്കുമ്പോൾ. അപ്പോൾ അതിനാണ് ഇപ്പോൾ വായിലടിക്കാൻ സ്പ്രേ തന്നിരിക്കുന്നത്. അത് ചില സമയത്ത് അടിച്ചാൽ പെട്ടെന്ന് വരും, ചിലപ്പോൾ അങ്ങോട്ട് വരില്ല. അപ്പോൾ രണ്ടാം പ്രാവശ്യം അടിച്ചപ്പോഴാണ് വന്നത്. എന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഉച്ചക്കലേക്ക് ഇന്ന് ചോറിന് കുറേ ദിവസമായിട്ട് ഞാൻ കഞ്ഞിയാണ് കുടിക്കാറ്. കുറച്ച് ദിവസമായിട്ട് എനിക്ക് തീരെ വയ്യാതായി, ഒരുപാട് ഛർദിയും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഞാൻ ഒട്ടും വയ്യാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ കുറേ ദിവസത്തിന് ശേഷമാണ് ഇന്നൊന്ന് ചോറ് വയ്ക്കുന്നത്. 2-3 ദിവസമായി കഞ്ഞി തന്നെ കുടിക്കാറ്, റൊട്ടിയും കഞ്ഞി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ചോറും കൂട്ടാനൊക്കെ കഴിക്കാൻ പോവുകയാണ്. പരിപ്പ് കറിയുണ്ട്, മുരിങ്ങയില വറുത്തതുണ്ട്, പിന്നെ ക്യാപ്സിക്കം മുളക് പൊരിച്ചത്, പിന്നെ കത്തിരിക്ക പൊരിച്ചത്, വഴുതനങ്ങ, അച്ചാറും ഉണ്ട്. അച്ചാറില്ലാത്തൊരു പരിപാടിയില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്ത് പോയി. ഒരുപാട് വൈകുന്നേരം എന്നല്ല, നല്ല വെയിലുള്ള സമയമാണ്. വണ്ടിയിലാണ് പോകുന്നത്. കാറ് നിർത്താൻ, ഞങ്ങൾ പോണ ഭാഗത്ത് കാറ് നിർത്താൻ കുറച്ച് അസൗകര്യമുണ്ട്. കാരണം ഈ അങ്ങാടി ഉൾഭാഗത്തൊക്കെ കാർ നിർത്താൻ കുറച്ച് സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ബൈക്കിൽ പോണത്. ഒന്നുമില്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. എന്താണ് ഈ നട്ടുച്ചയ്ക്ക് ഇപ്പോൾ പോകേണ്ട ആവശ്യമുണ്ടോ എന്നായിരിക്കില്ലേ, അത് വൈകിട്ട് ഞങ്ങൾക്ക് വേറൊരു ഭാഗത്ത് പോകാണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സാധനങ്ങളും സ്നാക്സുകളും ഒക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. വെയിലുണ്ടെങ്കിലും അങ്ങനെ തലതെറിച്ച വെയിലില്ല. ഒരു എന്നാൽ ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ ചൂടുണ്ടേനും. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. 3-3:15 സമയത്തായിരുന്നു. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം. പുതിയ കൂട്ടുകാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ ഇന്നും പറയുന്നത്. എന്നിട്ട് ഞങ്ങൾ പോണ വഴിക്ക് പിന്നെ ഇക്കാക്ക് കുറച്ച് പൈസ എടുക്കാണ്ടായിരുന്നു ATM-ൽ നിന്ന്. പിന്നെ ATM-ൽ പോയിട്ട് പൈസ ഒക്കെ എടുത്തു. ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വിട്ടു സവാരി. എല്ലാവരും ഒന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ആക്കി വെക്കണേ. എന്നാലാണ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. ചിലരൊക്കെ പറയും എൻ്റെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് അങ്ങനെയെന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ, വീഡിയോ എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും വീഡിയോസ് ഇടാറുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവരും എൻ്റെ ഷോർട്സ് മാത്രമാണ് പോയി നോക്കുന്നത്, ലോങ് വീഡിയോ ഒന്നും ആരും പോയി നോക്കാറില്ല എന്ന്. അപ്പോൾ ലോങ് വീഡിയോ ആണ് എല്ലാവരും നോക്കേണ്ടത്. ഞാൻ ഷോർട്സ് ഇടുന്നത് കുറവാണ്. ഈ ലോങ് വീഡിയോൻ്റെ ഷോർട്സ് ആക്കിയിട്ട് കുറച്ച് ഇടും തന്നെ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഷോർട്സ് കൂടുതലൊന്നും ഇടാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ തന്നെ ഇടാറുള്ളൂ. അപ്പോൾ ലോങ് വീഡിയോയിൽ ഫോക്കസ് ചെയ്താലാണ് അതിന് കാണുള്ളൂ. ഈ ഷോർട്സ് തിരഞ്ഞു പോയാൽ എൻ്റെ ഈ വീഡിയോസൊന്നും എങ്ങനെ കാണുക. പിന്നെ ഞങ്ങൾ ഇവിടെ എത്തി. വലിയ കടയാണ് കേട്ടോ, എല്ലാ സാധനവും ഉണ്ട്. ഈ കച്ചവടത്തിനുള്ള ആളുകൾ പോലും ഇവിടെ വന്നിട്ടാണ് വാങ്ങിക്കാറ്. പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളും ബേക്കറിയും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഫ്രൂട്ട്സുകളും വാങ്ങി. ഞങ്ങൾക്കൊന്നൊരു വയറ് കാണാൻ പോകുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. അത് പോയി വന്നു. അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് പിന്നെ രാത്രി ഇവിടെ വന്നിട്ട് പിന്നെ ഫുഡിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് അവൻ്റെ ഹസ്ബൻഡ് ന്യൂ ഇയർ ആയിട്ട് കേക്കൊക്കെ തരുന്നതാണ്. അപ്പോൾ ഒരു കേക്കും തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാലും പോരാ, അത് കാണുമ്പോൾ തന്നെ അറിയണില്ല അതിൻ്റെ ഭംഗി. മാംഗോ ഫ്ലേവറുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് മാംഗോ ഫ്ലേവർ. അതിൻ്റെ ആ മേലെ വെച്ച ചോക്ലേറ്റ് ഇല്ലേ, അതാണ് ടേസ്റ്റ്. അത് അതിനേക്കാളും ടേസ്റ്റാണ്. കേക്ക് ടേസ്റ്റ് പിന്നെ പറയണ്ട, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങളത് ഓരോ പീസ് കഴിച്ചു. രാത്രി പിന്നെ ഫുഡിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല, അവിടുന്ന് കഴിച്ചിട്ട് വന്ന കാരണം. പിന്നെ ഞങ്ങൾ ഓരോ പീസ് കേക്ക് കുടിച്ചു. പിന്നെ ഞങ്ങളുടെ പാലക്കാടിൻ്റെ സ്വന്തം മസാല സോഡയും ഓരോ ഗ്ലാസ് കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. എനിക്ക് തീരെ വയ്യ, ഞാനപ്പോൾ ഒന്ന് പെട്ടെന്ന് ഉറങ്ങട്ടെ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ബായ്.